നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനിജി, നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞ് മുസ്ലിങ്ങൾ BJP വോട്ട് ചെയ്യാത്തതുകൊണ്ടാണ് മന്ത്രിമാരില്ലാത്തത്. അത് നമ്മൾ ഇന്നലെ ഉത്തരം പറഞ്ഞാണ്. പക്ഷെ അത് ഒരു വാക്കുകൂടി പറയാൻ വിട്ടുപോയി. അതായത് അങ്ങനെ രാജഗോപാലിൽ ഇപ്പോൾ എൻ്റെ സുരേഷ് ഗോപി പിന്നെ ജോർജ് കുര്യനൊക്കെ മന്ത്രി ചെയ്ത് എങ്ങനെയാണ് സാറേ വോട്ട് ചെയ്തിട്ടാണ്? മനുഷ്യനെ വിഡ്ഢിയാക്കുന്നതിലും കളിപ്പിക്കുന്നതിലൊക്കെ ഒരു പരിധി വേണം സാർ. ഞാൻ അങ്ങ് എതിർവരല്ല, അങ്ങ് അശ്രാന്ത പരിശ്രമത്തിലാണ് BJP അധികാരത്തിൽ വരാൻ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതും തെറ്റില്ല, അദ്ദേഹത്തിൻ്റെ കർത്തവ്യമാണത്. നടക്കട്ടെ, എല്ലാവിധ ആശംസകളും നേരാണ്. മറ്റൊന്ന്, സോണിയ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ സോണിയ കുടുംബം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് തൽക്കാലം അധികാരത്തിൽ മാറി നിൽക്കണം, പബ്ലിക്കിൽ നിന്ന് ആരെങ്കിലും അധികാരം ഏൽപ്പിക്കണം അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ ഏൽപ്പിക്കണം എന്ന് ഇന്നലെ നമ്മൾ മിനിയാന്ന് കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അഹമ്മദ് പട്ടേലിൻ്റെ മകൻ, സോണിയാഗാന്ധിക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായ ആളാണ് അഹമ്മദ് പട്ടേൽ, കുറച്ച് രാഷ്ട്രീയ ബോധമുള്ള ആളായിരുന്നു. അഹമ്മദ് പട്ടേലിൻ്റെ മകൻ പറഞ്ഞ് സോണിയ കുടുംബം കോൺഗ്രസിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അത് എല്ലാവരും പറഞ്ഞത് തന്നെയാണ്. സോണിയ കുടുംബത്തിന് 2-3 കാരണങ്ങളാണ്. ഒന്ന്, പാരമ്പര്യമായിട്ട് പിന്നെ ഇത് എടുക്കുക എന്നുള്ളത് ശരിയല്ല. മറ്റൊന്ന്, കുടുംബ സ്വത്തായിട്ട് കൊണ്ട് എടുക്കുന്നത് ശരിയല്ല. ഒരു കാരണവശാലും ഒരു നേതാവിൻ്റെ അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ മരണശേഷം അല്ലെങ്കിൽ അസുഖബാധിതരായാൽ മകനെ മകളെ അല്ല ആക്കേണ്ടത്. ആരായാലും ഏത് പാർട്ടി, കോൺഗ്രസ് മാത്രമല്ല, അടുത്ത സീനിയറിനെ വഹിക്കും. അതാണല്ലോ കോടതിയിലേക്ക് ജഡ്ജിമാർ വഹിക്കുക അല്ലെങ്കിൽ ഓഫീസിലേക്ക് വഹിക്കുക, അങ്ങനെയല്ലേ? കോൺഗ്രസ് മാത്രം എന്താണ് ഇങ്ങനെ ആ കുടുംബ പാരമ്പര്യം വേണമെന്നുണ്ട്, കുടുംബാധിപത്യം വേണമെന്നുണ്ട്. എന്നാൽ കഴിവുണ്ടെങ്കിൽ കുഴപ്പമില്ല. നെഹ്റുവിന് ഇന്ദിരയെ പോലെയൊക്കെ കഴിവുണ്ടോ രാഹുൽ ഗാന്ധിക്ക്, പ്രിയങ്കയ്ക്ക്, സോണിയാഗാന്ധിക്ക്? അത് കോൺഗ്രസ് മാത്രമല്ല, അതിനെ കണ്ടുകൊണ്ട് മുലായത്തിൻ്റെ മകൻ, നിതീഷിൻ്റെ മകൻ, എല്ലാ മക്കളെയും കൊണ്ടുവരണം. ഇത്രയും നീചമായി പ്രവൃത്തി വേറെ ഇല്ലെന്നേ. നിങ്ങൾ സാമാന്യം ബുദ്ധി ആലോചിച്ച് നോക്ക്. 30-40 വർഷമൊക്കെ കൊടി പിടിച്ചും പട്ടിണി കിടന്നും ക്ഷയരോഗം പിടിച്ച ആൾക്കാർക്ക് അവസരം കിട്ടാതെ ഇന്നലെ വന്ന മകനോ അച്ഛനോ അല്ലെങ്കിൽ ഇന്നലെ ഒരു കോടീശ്വരന്, ഇത്തവണ ഇലക്ഷനിൽ സ്ഥാനാർത്ഥികളെ നോക്ക്, എല്ലാ കോടീശ്വരന്മാരെ, എല്ലാ പാർട്ടിയും, ഒരു പാർട്ടി മാത്രമല്ല, അർഹതപ്പെട്ട ആയിരക്കണക്കിന് 10,000-കണക്കിന് പ്രവർത്തകരെ അല്ലെങ്കിൽ നേതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്നലെ വന്ന പണക്കാരനെ അല്ലെങ്കിൽ സ്വന്തം ആൾക്കാരെയാണ് വെച്ചത്. രണ്ടും തെറ്റില്ലേ? ഇന്നലെ വന്ന പണക്കാരന് ആദ്യ സ്ഥാനം കൊടുക്കുക, അല്ലെങ്കിൽ അച്ഛന് ശേഷം മകന് കൊടുക്കുക, ഭാര്യയ്ക്ക് കൊടുക്കുക. ഇതൊക്കെ എന്ത് ജനാധിപത്യമാണത്? നമ്മൾ ചിന്തിക്കുന്ന കാര്യമല്ലേ? എന്ത് ന്യായം? കോൺഗ്രസ്സുകാർ മാത്രമല്ല, വോട്ടർമാർ, ബഹുമാനപ്പെട്ട വോട്ടർമാർ, നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ശേഷി ഇല്ലാതെയായി പോയോ, നശിച്ചു പോയോ? വോട്ടർമാരും പൗരന്മാരും പ്രതികരിക്കണം. എന്തിനു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, നല്ല കാര്യം നടപ്പാക്കാൻ വേണ്ടി അനുകൂലിക്കണം. അത് വേണ്ടുമില്ല. എനിക്ക് എന്തെങ്കിലും സ്ഥാനം കിട്ടിയപ്പോൾ ഞാൻ വരുമ്പോഴേ ആര് പറഞ്ഞാൽ കേൾക്കും. ഇവിടെ പിണറായി സഖാവിൻ്റെ ഒരു ആധിപത്യം, മോഡിയുടെ ആധിപത്യം കൊണ്ട് കുടുംബാധിപത്യം പറയാൻ പറ്റില്ല. കോൺഗ്രസ് അങ്ങനെ, മുലായത്തും ലാലുവിൽ അങ്ങനെ, നിതീഷും അല്ല. അതെന്ത് ന്യായമാണെന്നേ? അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുക, ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾ 1 ഇഞ്ച് വളരില്ല, നിങ്ങൾ നശിച്ച് താഴെ പോവുള്ളൂ. അതിപ്പോഴും കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായില്ല. അവർ പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയുണ്ടെങ്കിൽ എല്ലാം ശരിയായെന്നുള്ള ധാരണ വെച്ച അന്ധമായ ഒരു 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 ദിവാസ്വപ്നത്തിലാണ്. കോൺഗ്രസ്സുകാരെ അങ്ങനെയല്ല. അത് നിങ്ങളിപ്പോൾ 30 സീറ്റ് കോൺഗ്രസ് ലീഗിന് കൊടുക്കുന്നതൊക്കെ ചില കോൺഗ്രസ് വിരുദ്ധരും കോൺഗ്രസ് അനുഭാവികളൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് മുസ്ലിം ലീഗ് എന്ന പ്രശ്നം 2 കാര്യം നിങ്ങൾ ചെയ്യണം. ഒന്നാം, മുസ്ലിം എന്ന പേര് മാറ്റി ദേശീയതായിൽ വരണം. അതല്ലേ അങ്ങനെ വരണമെന്ന് നിങ്ങൾ പറയണം. അത് ചെയ്യുന്നില്ല. അല്ല, അവർക്ക് സ്ഥാനം, അവരുടെ കപ്പാസിറ്റി നോക്കണം. ആകെയുള്ള മുസ്ലിങ്ങളിൽ 4-1 മാത്രമാണ് മുസ്ലിം ലീഗ് അനുഭാവികളുള്ളത്. ബാക്കി 3 ഭാഗം പുറത്ത് കിടക്കാണ്. അത് ഞാൻ 100 വട്ടം പറഞ്ഞ്, ഇത് ലോകം മുഴുവൻ പോകുന്നുണ്ട്. ഇത് കോൺഗ്രസ് ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ എല്ലാം ഇതാണ്. ഇപ്പോൾ കോൺഗ്രസ് എന്നറിയോ, മലബാർ ഏരിയയിൽ മുസ്ലിം ലീഗും തെക്കൻ തിരുവിതാംകൂറിലൊക്കെ കോൺഗ്രസും. അപ്പോൾ ഈ സമൂഹത്തിൽ നോക്കുന്നില്ല, സമുദായം നോക്കുന്നില്ല. മുസ്ലിം സമുദായത്തിൽ 40% മുസ്ലിം സമുദായത്തിൽ 4-1 അനുഭാവികൾ ലീഗുകൾ ബാക്കി 3 പുറത്തിറക്കുക. നിങ്ങളിപ്പോൾ എത്ര സീറ്റ് കൊടുത്ത്?
ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോഴും 40% റിസർവേഷൻ കിട്ടുന്നവർക്ക് ജനസംഖ്യക്ക് ആനുപാതികമാണ്. അത് പകുതി പോലും കിട്ടില്ല. ഇന്നലെ ഒരു അച്ഛനെ പറ്റി പറഞ്ഞല്ലോ, 12% മുസ്ലിങ്ങൾക്ക് ഒറ്റ കിട്ടും, ബാക്കിയുള്ള കിട്ടുന്നില്ല. ആ 12% പോലും കിട്ടിയില്ല. അപ്പോഴും ബാക്കി 40% ബാക്കി കിടക്കല്ല 26%. എന്തൊരു വിരോധാഭാസമാണ്. എന്താണ് നിങ്ങൾ ഈ സമുദായത്തെ മാത്രം ഇത്ര ഒരു മോശം ചിത്രീകരിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേ ഈ സമുദായത്തിലെ ഉന്നതന്മാർ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? ആ ഉന്നതന്മാർ ഇപ്പോൾ MAS പ്രസ്ഥാനം കിട്ടിയ ഒരാളെ പിന്നെ ആൾ മിണ്ടില്ല, മറ്റു ലീഗിന് പ്രസ്ഥാനം കിട്ടിയ ആൾ മിണ്ടില്ല, ഒരു MLA കിട്ടിയ MP കിട്ടിയ അവൻ പിന്നെ മിണ്ടില്ല, അവൻ സമുദായം പിന്നെ മിണ്ടില്ല. അതല്ല ശരി. ജനസംഖ്യാനുപാതികമായ സംവരണം, തെരഞ്ഞെടുപ്പ്, പഠനം, തൊഴിൽ എന്നീ പൊതു സ്വകാര്യ മേഖലകളിൽ വേണം. അപ്പോഴാണ് നീതിയാവുള്ളൂ. അതാണ് മൊയ്തീൻ ഷാ പറഞ്ഞ ഷാ ഇസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നിങ്ങൾ അംബേദ്കർസ് നിങ്ങൾക്കറിയാലോ, ഗാന്ധിസ് അറിയാലോ, നെഹ്റുസ് അറിയാലോ, ഡാർവിനിസ് അറിയാം. പല പല ഇസങ്ങൾ ലോകത്തുണ്ട്. അതിലൊരു ഇസമാണ് ഷാ ഇസം എന്ന് പറയുന്നത്. അത് ഇതാ പറയുന്നത്, ജനസംഖ്യക്ക് ആനുപാതികമായിട്ട്. അത് ജാതി മതം ഒന്നും നമ്മൾ പറയുന്നില്ല, മുസ്ലിങ്ങൾക്ക് വേണമെന്നും പറയുന്നില്ല. ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് തിരഞ്ഞെടുപ്പ്, പഠനം, തൊഴിൽ എന്നീ പൊതു സ്വകാര്യ മേഖലകളിൽ സ്ഥാനങ്ങൾ വേണം. ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ അറിയും, പ്രാതിനിധ്യ പിന്നെ ആനുപാതിക പ്രാതിനിധ്യം. അതാണ് പറയുന്നത്. അത് ഷായിസമാണത്. നിങ്ങൾ കളിക്കുന്ന കാര്യമല്ല. ഇപ്പോഴും മനസ്സിലാകുന്നില്ല. മുസ്ലിങ്ങൾക്ക് 40% കിട്ടേണ്ട കോൺഗ്രസ് കൊടുത്തിരിക്കുന്നത് അത് പകുതി 20% പോയിട്ട് ആയിട്ടില്ല. പകുതി പോലും വരെ കൊടുത്തിട്ടില്ല ആനുപാതികമായിരിക്കുക. വയനാട്ടിൽ 2-3 സീറ്റ് കൊടുത്തുള്ള പരാതി പലവുണ്ട്, പല സ്ഥലത്തുണ്ട്. ഇങ്ങനെ പോയാലും എന്ത് ചെയ്യും? ഇനി ഞാൻ നിങ്ങളുടെ കണക്ക് പറയാം, കോൺഗ്രസ്സുകാരോട് കണക്ക് പറയാം, ലീഗുകാരോട് വേണ്ടി പറയാം. കേരളങ്ങളിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ ആണ്. കേരളത്തിൽ വോട്ടർമാരെ ഒരു പാറ്റേൺ എടുത്താൽ ഒന്ന് ഞാനിന്ന് പല പ്രാവശ്യം പറഞ്ഞ് ഒരിക്കൽ കൂടി പറയാണ്, മനസ്സിലാക്കാത്ത കഴുതകളുടെ അടുത്ത് പറയുക, ഒരിക്കൽ പറയാണ്. 70 സമുദായം 23% കേരളത്തിൽ. 25 21. ആ 21% കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ വരെ 80% പേരും LDFിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അരിവാൾ വോട്ട് ചെയ്തവരാണ്. ഇപ്പം പിണറായി സഖ 3ാമത് വരുന്നുണ്ടെങ്കിൽ 90% കൊടുക്കും. അതാണ് വെള്ളാപ്പിള്ളിലേക്ക് ഇപ്പം സോപ്പിട്ട് നിൽക്കുന്നത്. 90% പേര് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അതിൽ നിന്ന് 10 പേര് പുറത്തുള്ളൂ. 10 പേര് എന്നാൽ 4 ഇല്ല, 23 ഈ 4 കിട്ടും. എന്ന് പറഞ്ഞാൽ 100 ഈഴവൻ വന്ന് വോട്ട് ചെയ്താൽ അല്ലൊന്ന് 100 ഈഴവൻ വോട്ട് ചെയ്താൽ എത്ര വോട്ട് UDF കിട്ടുന്നുണ്ട്? അത് മനസ്സിലാക്കണ്ടേ? ഇനി നായർ സമുദായം എടുക്കാം. നായർ സമുദായത്തിൽ ആകെ 9%. അത് കഴിഞ്ഞ ഇലക്ഷൻ വരെ 50% കൂടുതലും സംഘപരിവാറിനായിരുന്നു, അല്ലെങ്കിൽ BJPക്കായിരുന്നു. ബാക്കിയുള്ളതാണ് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് കിട്ടിയത്. ഇത്തവണ അതൊരു 75% വരും. കാരണം ചില കുറച്ചുകൂടി അങ്ങനെയാണല്ലോ ഇതിൽ. അപ്പോഴെത്ര കിട്ടും? 20%. അതിലാണ് പകുതി കമ്മ്യൂണിസ്റ്റ് പോവും, പകുതി കോൺഗ്രസ് പോവും. അപ്പോഴും വളരെ കുറച്ച് വോട്ട് കിട്ടുള്ളൂ. എന്നിട്ട് 6 മുഖ്യമന്ത്രിയായി അവകാശപ്പെട്ട് വെക്കുന്നത്. പിന്നെ ക്രിസ്ത്യൻ സമുദായം എടുക്കുക. ക്രിസ്ത്യൻ സമുദായത്തിൽ പല പിന്നെ അഡ്വക്കേറ്റ് വിജയശങ്കർക്ക് ഉൾപ്പെടെ പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻ സമുദായം മുഴുവൻ BJPക്ക് ഇതാണ്. നല്ല ശതമാനം BJP അടിയൊഴുക്കാണ്. ഒരു അടിയൊഴുക്കില്ലടോ, ഒരു അടിയൊഴുക്കില്ല. ഏതാണ്ട് ഒരു ഇപ്പോൾ 10%, 15% അവരുള്ളിൽ 5% ദളിത് ക്രിസ്ത്യാനിയാണ്, ബാക്കി 10%. അത് 2%. 100 ക്രിസ്ത്യാനി ഒന്ന് വോട്ട് ചെയ്താൽ 2 ക്രിസ്ത്യാനി BJPക്ക് കിട്ടും. ബാക്കി പിന്നെ 10%, 2 പേര്, ബാക്കി 3% കമ്മ്യൂണിസ്റ്റ് പോകും. ബാക്കി 5 പേര് കമ്മ്യൂണിസ്റ്റ് ആർക്ക് കിട്ടും? കോൺഗ്രസ് കിട്ടും. അതാണ് നായരെ അപേക്ഷിച്ച് ഈഴവിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് ഇതാണ്. പക്ഷേ 10% ഉള്ളൂ. ദളിതുകളെ അറിയാം, അതിൽ 10% ദളിതുകൾ. 10% ദളിതുകളിൽ ഒരു 65% LDF അനുഭാവികളാണ്. ബാക്കി വീതിച്ച് കിട്ടാൽ അപ്പോൾ 100 ദളിത് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് UDF കിട്ടുന്നത്. പിന്നെ ധീവരന്മാർ ഉൾപ്പെടെ അങ്ങനെ ഒരു 3% അത് 3 തുല്യമായിട്ട് ഓരോ 3 വേണ്ടിക്ക് ഓരോ വോട്ട് വെച്ചു പോകും. പിന്നെ ബാക്കി വോട്ട് കിട്ടുന്നത് എവിടുന്നാണ്? ഞാൻ ഈ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുകയാണ്, ബാക്കി വോട്ട് കിട്ടുന്നതെല്ലാം ഈ 40% വരുന്ന മുസ്ലിങ്ങളിൽ നിന്ന് 97% വോട്ടും UDFിനാണ് കിട്ടുന്നത്. അങ്ങനെയാണ് ഇത്രയും കാലം കോൺഗ്രസ് പിടിച്ചു നിന്നത്. കരുണാകരൻ ഉൾപ്പെടെ, ആന്റണി ഉൾപ്പെടെ, ഉമ്മൻചാണ്ടി ഉൾപ്പെടെ.
രമേശ് ഭരിക്കാൻ പറ്റിയില്ല, മുഖ്യമന്ത്രി ആവാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കെ ഈ സമുദായത്തിന് മറ്റുള്ളവർക്ക് കിട്ടുന്ന പോലെ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അവരുടെ മനസ്സ് എത്ര വികലമാണ്, എത്ര തെറ്റാണ് കാണിക്കുന്നത്. അഹങ്കാരം ധിക്കാരല്ലേ കാണിക്കുന്നത്. ആരും ഇവിടെ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞത്, അതിന് ചോദ്യം ചെയ്യാൻ്റെ കഴിയുന്ന ലീഗുകാർ ഓച്ചാൻ ചെന്ന് അവർക്ക് എന്ത് ആക്കാപിച്ച് പറ്റി അവർക്ക് വലിയ സന്തോഷമായി. ഇത് ശരിയല്ലെന്ന് പറഞ്ഞത്, ഇത് ശരിയല്ല. ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് വേണം എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കാൻ. അത് ദളിതായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനും കേൾക്കും. അല്ല ഒരു വിഭാഗത്തിൽ 10% ഉള്ളവർക്ക് 30%, 30% ഉള്ളവർക്ക് 10%. അതെന്ത് നീതി, അതെന്ത് മര്യാദ ഇടും? തകർന്നു നടന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകർന്നു നടന്ന് അങ്ങ് അഗാധ ഗത്തിലേക്കായാലും ഇന്ത്യയിൽ. ഇപ്പോൾ കർണാടക പ്രശ്നം ഏതാണ്ട് പരിഹരിച്ച മട്ടാണ് വാർത്ത പറയുന്നത്. 2027 വരെ ശിവകുമാർ മാറി നിൽക്കട്ടെ, 27 ശേഷം ശിവകുമാറിനെ ആക്കാം എന്നൊരു ധാരണ എത്തിയെന്ന് പറയുന്നുണ്ട്. അതൊക്കെ എപ്പോഴും മാറാ ധാരണയൊക്കെ തൽക്കാലം ധാരണയുണ്ട്. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും അറിയില്ല കോൺഗ്രസ് എങ്ങനെയാണ് ഈ BJP ഗവൺമെൻറ് താഴെ ഇറക്കുക എന്നുള്ളത്. കോൺഗ്രസ് ഗവൺമെൻറ്, കോൺഗ്രസ് പ്രതിപക്ഷ നേതാക്കൾക്ക് അറിയില്ലെന്നേ. അറിയാമായിരുന്നില്ല ഇങ്ങനെയാണ് ഭരിക്കുന്നത്. ഇങ്ങനെയല്ല പണ്ട് ജഗതി പറഞ്ഞത് എൻ്റെ ഗർഭം അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല, അങ്ങനെ ഭരിക്കാനാണ് വേണ്ടി ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഭരിക്കാൻ അടിസ്ഥാനപരമായി ചെയ്ത തെറ്റുകൾ 2-3 കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയണം. ഒന്ന്, 540 സീറ്റുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി മുസ്ലിം ലീഗിന് പ്രാമുഖ്യമുള്ള വയനാട് തിരഞ്ഞെടുത്തത് അപകടമാണ്. അതെന്താണ് കാരണം മനസ്സിലായോ? അത് നോക്കിക്കോ. ഈ അടുത്ത കാലത്ത് വലിയൊരു പത്രാധിപർ കോൺഗ്രസ്സിൽ രാജ്യസഭയിൽ നോമിനിട്ടുണ്ടെങ്കിൽ പേരെ വിട്ടതിൽ അദ്ദേഹം പറഞ്ഞു ഈ മൻമോഹൻ സിംഗ് ഗവൺമെൻറ്, സോണിയ ഗവൺമെൻറ്, കോൺഗ്രസ് ഗവൺമെൻറ് താഴെ ഇറക്കാൻ വേണ്ടി അമേരിക്കയുടെ CIA ചാരസംഘടനയും ഇസ്രായേലിലും മൊസാദ് കൂടി ശരിക്ക് കളിച്ച് അങ്ങനെ കോൺഗ്രസ് താഴെയാക്കി BJP അധികാരത്തിൽ കയറ്റിയത്. മനസ്സിലാകുമല്ലോ. അവർ പറഞ്ഞു കൊടുത്ത വഴിയാണ്. എന്താണ് പറഞ്ഞത്? ഇങ്ങനെ അമേധിയിൽ അല്പം ക്ഷീണം പറ്റും, അതുകൊണ്ട് ഒരു സുരക്ഷ സീറ്റുണ്ട് വയനാട്ടിൽ, അവിടെ നിന്ന് ഈ മണ്ടന്മാർ അന്ന് ഉമ്മൻചാണ്ടി ജീവിച്ചു. ഉമ്മൻചാണ്ടി ഉൾപ്പെടെ മണ്ടന്മാരെല്ലാം ഓക്കെ. അതിൻ്റെ സൈഡ് എഫക്റ്റിൽ പാർശ്വഫലം എന്താണെന്നുള്ളത് അന്ന് മരിച്ചു ഉമ്മൻചാണ്ടിക്ക് മനസ്സിലായില്ല, ഇപ്പം ജീവിച്ചത് അന്തോണിക്ക് മനസ്സിലായില്ല, ഒരു കോൺഗ്രസ്സുകാരും മനസ്സിലായില്ല. അവർ കൈ ആഘോഷിച്ചു, ലീഗരോ കൈ ആഘോഷിച്ചു കൊണ്ടുവന്ന് കോഹപ്പിൽ വയനാട്ടിൽ കൊണ്ട് നിന്ന് 4 ലക്ഷമായിട്ട് വോട്ടുകൾ ജയിച്ചു പോയി. പകരം വടക്ക് ഇന്ത്യയിൽ എന്താണ് സംഘപരിവാർ ചെയ്തത്? ഒന്നാമത്തേൽ സംഘപരിവാറിൻ്റെ പ്രചാരണം കുറേ നാളെ തുടങ്ങിയിട്ട് സോണിയ കുടുംബം കത്തോലിക് കുടുംബമാണ്, കത്തോലിക് കോൺഗ്രസ്സാണ്, കത്തോലിക്കായിട്ട് ബന്ധമാണ്, പള്ളി 25 വർഷം പിന്നെ ക്രിസ്ത്യൻ രാജ്യമൊക്കെ പോണതൊക്കെ റൂമറുണ്ട്. കുറേ പരിധി ശരിയാണ്, വെറും റൂമറൊന്നുമല്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് കൊച്ചു പാകിസ്ഥാനാന്ന് പറഞ്ഞിട്ട് ഈ പച്ചക്കൊടി കാണിച്ച് ഇത് കഴിഞ്ഞ ഇലക്ഷൻ മുമ്പ് രാഹുൽ ഗാന്ധി ആദ്യം വന്നപ്പോൾ ഹോമ്പോൾ വടക്ക് ഇന്ത്യയിലെ ഹിന്ദുക്കളെ സംബന്ധിച്ച് പാകിസ്ഥാൻ കൊടി മുസ്ലിം ലീഗിൻ്റെ കൊടിയൊക്കെ അവർക്ക് തിരിച്ചറിയില്ല. അവർ ആ കൊടി പാകിസ്ഥാൻ കൊടിയെ കാണുള്ളൂ മുസ്ലിം ലീഗിൽ. അതുകൊണ്ട് ഏതാണ്ട് ഒരു 50 സീറ്റെങ്കിലും കഴിഞ്ഞ മുമ്പിൽ പ്രാവശ്യം കോൺഗ്രസ്സിൽ പോയി. ഇവർ പ്രചരണം എങ്ങനെയാണ് കോൺഗ്രസ് മനസ്സിലാകുന്നില്ലല്ലോ. അതായത് ഒരു വോട്ടേഴ്സിൻ്റെ ഒരു പേജ്. ഇപ്പം ഞാൻ 1980 കോൺഗ്രസ് ചിഹ്നത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ പഞ്ചായത്ത് മത്സരിച്ചപ്പോൾ ഞങ്ങൾ ഒരു വോട്ടേഴ്സ് പേജിന് ഒരു ഷീറ്റ് ഞങ്ങൾ ഒരാളെ വെച്ചിരുന്നു. അത് അന്നത്തെ സംഭവിച്ചത് വലിയ അത്ഭുതമായിരുന്നു. ഒരു ഷീറ്റ് 2 വശമുണ്ട്. ഇത് ഒരു വശത്തിന് സിംഗിൾ പേജിന് BJP എന്താ ചെയ്യുന്നറിയോ? ഒരു മെയിൻ ആളെയും പിന്നെ 12 അസിസ്റ്റൻറ്റേയും, അപ്പോൾ 13 പേര്. ഇവിടെ BJP മറ്റ് രീതിയിലൊക്കെ വീഴ്ചയായിട്ട് അതിനെ സമ്മതിക്കുക, ഞാൻ എതിർക്കുന്നില്ല. അതുകൂടെ അവർ പണിയെടുക്കുന്നുണ്ട്. അവരെന്താ ചെയ്യുന്നത്? 12 ഒരു ഷീറ്റിന് ഒരു പേജിന് ഒരാളെ 12 അസിസ്റ്റൻറ്റ് വയ്ക്കും. അപ്പോൾ ഏതാണ്ട് 13 ആളായില്ലേ? ഒരു പേജിലായിട്ട് 48 20 വെച്ച് 4 കിട്ടുക. ഏതെങ്കിലും ഒരു 100 പേജ് വെച്ചോ, 100 പേര്
നാല് കോളേജ് 8 കോളേജ് 100 പേര് 100 പേരാണിത്. 100 പേര് ഉണ്ടെങ്കിൽ എത്ര കുടുംബമുണ്ട്? 25 കുടുംബം, അല്ലെങ്കിൽ 20 കുടുംബം. 20 കുടുംബത്തിന് 13 ആളാണ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് ഏതാണ്ട് ഒരാൾ വെച്ചിട്ട് അവന് 24 മണിക്കൂറും അവരെ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കും. അവരനങ്ങിയപ്പോൾ അറിയും, അവിടെ ആദ്യം എന്ന് പ്രവർത്തിച്ചറിയും. അങ്ങനെ എങ്ങനെയാണ് വോട്ട് പിടിച്ചത്? അത് ഒരു മാർഗം. മറ്റു മാർഗം എന്താണ്? നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾക്ക് അനുകരിക്കാവുന്നതാണ്, നിങ്ങൾ അനുകരിക്കുന്നില്ല. മറ്റെന്താണെന്നറിയോ? ഇപ്പോൾ ഒരു മണ്ഡലം നമുക്ക് ആ സ്റ്റേറ്റിൽ ഭരിക്കുക എത്ര സീറ്റ് വേണം, എത്ര സീറ്റ് കിട്ടും, എത്ര ഷോർട്ടായത്? അപ്പോൾ ഏതാണ്ട് 120 സീറ്റ് വേണം ഭരിക്കാൻ. നമുക്ക് 100 സീറ്റുള്ളൂ, ബാക്കി 20 സീറ്റ് കുറവുണ്ട്. ആ 20 സീറ്റിൽ കഴിഞ്ഞ ഇലക്ഷനിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലം എടുക്കുക, അതെടുത്തിട്ട് അപ്പോൾ ആ 20 മണ്ഡലത്തിൽ ഒരു മണ്ഡലത്തിൽ 500 2000 വോട്ട് വേണം. ഈ 2000 വോട്ട് എങ്ങനെ സംഘടിപ്പിക്കാം? ആ 2000 വോട്ട് ഏതെങ്കിലും സ്വാധീനിച്ച് അവർ വാങ്ങിച്ച് ജയിച്ചു. പക്ഷേ ഈ കഴിഞ്ഞ മുമ്പിലത്തെ ഇലക്ഷൻ മുതൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ഇലക്ഷൻ മുതൽ അത് മാറ്റിയിട്ട് അവർക്ക് ഇപ്പോൾ 2000 വോട്ടാണ് വേണ്ടെങ്കിൽ ഒരു 1000 1200 1000 വോട്ട് അവിടെ നിന്ന് കളയും. അത് മറ്റേ രീതിയിൽ സ്വാധീനിച്ച്, ഇലക്ഷൻ കമ്മീഷൻ സ്വാധീനിച്ച് കളഞ്ഞ് ആ വോട്ട് ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് കിട്ടൂല എന്ന് പൂർണ്ണ ബോധ്യമുള്ള 1000 വോട്ടാണ് മാറ്റും. പിന്നെ അപ്പോൾ 1000 വോട്ട് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ഒരു 1200 വോട്ട് എടുക്കുക. 20% റിസർവേഷൻ അല്ലെങ്കിൽ മുൻകരുതൽ 1200 വോട്ട് കൃത്രിമമായിട്ട് ചേർക്കും. മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നോ, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ വോട്ടുള്ള മണ്ഡലം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ 10000 വോട്ടൊക്കെ ഭൂരിപക്ഷം മണ്ഡലത്തിൽ നിന്ന് 12,000 പേര് വോട്ടല്ലോ. അങ്ങനെ ഏതെങ്കിലും ഇതിൽക്കാർ 5 വർഷം ഉണ്ടെന്നേ. ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 5 വർഷം കിട്ടും. ഈ 5 വർഷം കൊണ്ട് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? ഇപ്പോൾ ഈ അമേരിക്കൻ ചാരസംഘടനയും ഇസ്രായേലും മൊസാൻ്റെയും ഇപ്പോൾ അമിത്ഷായുടെയും ഓഫീസിൽ ഒരു ബട്ടൺ അമർത്തിയാൽ കംപ്ലീറ്റ് ഇന്ത്യൻ ഹിസ്റ്ററി ആരെവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെയാണ് അവർ BJP. അങ്ങനെയാണ് BJP അധികാരത്തിലാവുന്നത്. ഈ സംവിധാനം വല്ലല്ലോ കോൺഗ്രസ് ഉണ്ടോ, പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ടോ? ഇതൊക്കെ ഈ കൊച്ചു മൊയ്തീൻ ഷേബിൽ മണ്ടൻ വേണ്ടി വന്ന് ഞങ്ങളുടെ ഗ്രൂപ്പ് വീണ്ടുന്നതിൽ ഇവരെയൊക്കെ ഉപദേശിക്കാന്ന് പറയുമ്പോഴേ ഞങ്ങൾക്ക് ലജ്ജ തോന്നാണ്. വലിയൊരു ബുദ്ധിമാനാണ് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല. ഇത് ഞങ്ങളിപ്പോലെ മണ്ടന്മാർ പറയുന്നത് കൊടുക്കേണ്ടി വരുന്നല്ലോ പറയുമ്പോൾ ഞങ്ങൾക്ക് ലജ്ജ തോന്നാം. കോൺഗ്രസ് ഇപ്പം മനസ്സിലായോ? മറ്റൊന്ന്, നിങ്ങളൊന്നും മനസ്സിലാക്കണം. ഈ രാഹുൽ ഗാന്ധിയും ഈ സോണിയ കോൺഗ്രസും കത്തോലിക്ക കോൺഗ്രസും മനസ്സിലാക്കണം. BJPയെ സംബന്ധിച്ച് ആരും അന്യരല്ല. ആര് ചെന്നാലും അവർ സ്വീകരിക്കും. വർഗീയപക്ഷമോ ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ നോക്കില്ല. ഏത് പാർട്ടി അവർ ചെന്നാലും അവർ 2 കൈയോടെ സ്വീകരിക്കും, സ്ഥാനമാനം കൊടുക്കും. കോൺഗ്രസ്സിലോ അവനെ കൊള്ളില്ല, ഇവനെ പറ്റൂല, അവൻ പറ്റൂല. അങ്ങനെ വേർതിരിച്ചല്ലേ. ഉവൈസിയുടെ കാര്യം പറഞ്ഞ പോലെ, ആസാമിൽ പറഞ്ഞ പോലെ. ആസാമിൽ എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയാലോ. ആസാമിൽ സംഭവിച്ച കാര്യം കോൺഗ്രസ്സുകാർക്ക് പലർക്കും അറിയില്ല. 40% മുസ്ലിങ്ങളും 60% ഹിന്ദുക്കളാണ്. അത് ക്രിസ്ത്യൻസ് ഇല്ല, 1-2 ഒക്കെ ഉള്ളൂ. അപ്പോൾ 40% മുസ്ലിങ്ങൾ ആസാമിൽ, അതിൽ നിന്ന് 2000 കോടിയുടെ സ്വത്തുള്ള ഒരു പെർഫ്യൂം കച്ചവടക്കാരൻ, അത്ത് കച്ചവടക്കാരൻ, വലിയ പണക്കാരൻ, 2000 കോടി അറിയ കോടീശ്വരാണല്ലോ. അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടി പേര് മുസ്ലിം പാർട്ടി എന്നല്ല, അദ്ദേഹം മുസ്ലിം പേരാണെങ്കിലും പാർട്ടി പേരില്ല. ആ പാർട്ടി ഉണ്ടാക്കിയതിന് ശേഷം 1-2 പ്രാവശ്യം സ്വതന്ത്രമായി മത്സരിച്ച് കുറേ സീറ്റ് കിട്ടിയാണ്. അന്നത്തെ ആസാം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എടുത്ത് സംസാരിച്ചു, നമുക്കൊരു സഖ്യമാകും, ധാരണയാകും. അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി അറിയോ? 40% മുസ്ലിങ്ങൾ നിങ്ങളുടെ കൂടെ കൂടിയാൽ 60% ഹിന്ദുക്കൾ ഞങ്ങൾ എതിർക്കും, ഞങ്ങൾ തോറ്റു എന്ന് പറഞ്ഞു. അങ്ങനെ ആക്കിയില്ല. അദ്ദേഹത്തെ ഞാൻ കുറ്റം പറഞ്ഞില്ല, കാരണം അങ്ങ് സംഭവിക്കാം ആദ്യത്തെ അനുഭവം. പക്ഷെ അനുഭവമുള്ള ഒരു മഹാമണ്ഡലുണ്ടല്ലോ ഇവിടെ ഇന്നൊക്കെ ജീവിച്ചിരിക്കുന്ന അന്തോണി, ഞാൻ പേരെടുത്ത് പറയാണ്, അത് ഞങ്ങൾക്ക് ഒരു പ്രായക്കാരനല്ലേ, അന്തോണി ഉണ്ടല്ലോ. അന്തോണിക്കറിയില്ലേ, മുസ്ലിം ലീഗ് എന്ന പേരിൽ തന്നെ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ആ പാർട്ടി കേരളത്തിൽ 69% കോൺഗ്രസ് കൂടെ ഭരണത്തിലായിരുന്നു. മന്ത്രിമാരുണ്ടായി, മുഖ്യമന്ത്രി ഉണ്ടായത്. അത് നിങ്ങൾക്ക് കൂട്ടുകൂടാം, തെറ്റില്ല എന്ന് ഉപദേശിക്കാൻ ഈ അന്തോണി സാഹിക്കില്ലേ, അന്തോണി ചെയ്തില്ല. അങ്ങനെ ചെയ്തെങ്കിൽ BJP വരില്ല, അവിടെ BJP വരണം. ഈ കഴിവറ് മക്കളെ റോഡിലോട്ട് തല്ലിക്കൊണ്ട് കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ വികാരം കൊള്ളാണ്. ഇത്ര മണ്ടന്മാരാണ് ഈ കോൺഗ്രസ് പാർട്ടി നയിക്കുന്നത് വെച്ചാൽ ഇന്ത്യയിൽ 90% പേരുടെ പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ടും പണവും ശക്തിയൊക്കെ വാങ്ങിച്ച് ഇവർ തിന്ന് ചീർത്ത് അവൻ്റെ ഇഷ്ടപ്പെട്ടൊക്കെ മന്ത്രിസ്ഥാനം കൊടുത്തിട്ട് ആസാമിൽ ഈ കാര്യം പറയാൻ ഈ അന്തോണി പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അന്തോണിക്ക് അറിയില്ല,
അല്ലെങ്കിൽ കരുതി പോകത്തില്ല. രണ്ടും അർത്ഥമല്ലേ. പൊന്നും സൂചിയാണെങ്കിലും പിന്നെ ഇരുമ്പ് സൂചിയായാലും കണ്ണിക്കൊണ്ട പൊട്ടും. അറിവില്ലാതെ അറിയാതെ ഏതെങ്കിലും അത് മണ്ടന്. ഞാൻ അറിവിൽ ഏതെങ്കിലും ബോധപൂർവ്വമാണ്. ഞാൻ ഒരു കാര്യം പറയാം, റഹീം എന്നൊരാളുണ്ട്, എ റഹീം, അറിയില്ല, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് റഹീം, MLA ആണ്. 3 പ്രാവശ്യം MLA, 4ാമത് വർഷം ആയ പിന്നെ അതൊന്നും അറിയില്ല. മന്ത്രി കൊടുത്തില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുക്കൂലല്ലോ. അത് ദളിതും മുസ്ലിം കൊടുക്കില്ല, അല്ലാത്ത കൊടുക്കും. അതുപോലെ പെരുമ്പാവൂർക്കാരൻ കോൺഗ്രസ് 4ാമത് പ്രാവശ്യം ജയിക്കും, എന്താണ് മന്ത്രിസ്ഥാനം കൊടുക്കാൻ വേണ്ടി അത് തോൽപ്പിച്ചതില്ല. അങ്ങനെയൊക്കെ ഒരുപാട് അടവുണ്ട്. ആ റഹീമിനെ ഞാൻ വൈസ് പ്രസിഡന്റ്, പുള്ളി പ്രസിഡന്റ്. ഞങ്ങൾ എറണാകുളത്ത് പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ട് ഒരു കാര്യം അത്യാവശ്യം പറഞ്ഞു. അപ്പോൾ പുള്ളി ഞാൻ തിരക്കുള്ള പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ വിളിക്കാമെന്ന് വെച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ് വിളിച്ചില്ല. 5 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വിളിച്ചു വേണ്ടി 5 ദിവസം അത് മറന്നുപോയത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ മണ്ടനായിട്ട് അഭിനയിക്കും, പക്ഷേ ഐ ആം നോട്ട് മാഡ്. എനിക്കും അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ. അതായത് എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് സ്വന്തം പാർട്ടി 2ാം സ്ഥാനത്തുകാരെ വിളിക്കാന്ന് വെച്ചിട്ട് മറന്നു പോയെങ്കിൽ അത് അക്ഷരൻ്റെ വ്യവറ്റ്. ഓർത്തിട്ട് വിളിച്ചില്ലെങ്കിൽ അതും അതിനേക്കാൾ തെറ്റ്. രണ്ടും തെറ്റില്ലേ? അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു. പിന്നെ അതിൻ്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല, അങ്ങനെ ചെയ്യില്ല. അതുപോലെയാണ് അന്തോണിയൊക്കെ കൂടെ നിർത്തിയാലും കുഴപ്പം. ഇത് അന്തോണിക്ക് അറിയില്ല എങ്കിൽ അത് 100% തെറ്റ്. അറിഞ്ഞിട്ടും ചെയ്തില്ലെങ്കിൽ അതിനേക്കാൾ തെറ്റ്. രണ്ടും തെറ്റല്ലേ? കോൺഗ്രസ്സുകാർ നിങ്ങൾക്ക് എന്ത് മക്കളെ, കോൺഗ്രസ്സുകാർ നേതാക്കൾ നിങ്ങൾക്ക് എന്ത്, ആസാമിൽ എന്താ സംഭവിച്ചത്? ആസാമിൽ കളഞ്ഞല്ലേ കോൺഗ്രസ്? കളഞ്ഞല്ലേ? അതിപ്പോൾ ആസാം ഇല്ലാതെ കോൺഗ്രസ്. അതുപോലെ ഗുജറാത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞു, വകേല സംഘ് പരിവാറിന്റെ നേതാവ് വകേല വന്നപ്പോഴല്ലോ എടുത്ത വഴി എന്ത് കൊടുത്ത്, ആ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം കൊടുത്ത്. ആ സംസ്ഥാന പ്രസിഡന്റ് ആ സംസ്ഥാന പരമാധികാരിയാണ്. ഒരു സ്ഥലം SI ആണ് അവിടുത്തെ മേഖല, ഒരു വാർഡ് മെമ്പറാണ് അവിടുത്തെ പരമാധികാരി. നോർമലേ ഒരു സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് ആ സ്റ്റേറ്റിലെ പരമാധികാരിയാണ്. ഇപ്പോൾ ഐക്യമുന്നണിയുടെ ചെയർമാൻ VD സതീശ് അതിനേക്കാൾ ശക്തിയുള്ള ഇറക്കോ KPCയുടെ പ്രസിഡന്റാണ്. അത് മനസ്സിലാക്കണം. അങ്ങനെയുള്ളൊരാളെ കൊണ്ടുവന്ന് ഇന്നലെ വരും BJPയിലും RSSൽ നിന്ന് ഒരാളെ കൊണ്ടിട്ട് അങ്ങോട്ട് കൊടുത്തു. അതുകൊണ്ട് ഗുജറാത്ത് കളഞ്ഞില്ലേ, ആസാം പോയില്ലേ, ഒറീസ പോയില്ലേ, ഡൽഹി കളഞ്ഞില്ലേ, ഇപ്പൊ കേരളം കളയാൻ പോണ്. ഇങ്ങനെയുള്ള ബുദ്ധിമോശം കാണിക്കുന്ന കഴിവില്ലാത്ത ഒരു നേതാവിൻ്റെ കീഴിൽ എങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിയും ഇത്രയും സന്നാഹമായി നിൽക്കുന്ന, ഇത്രയും യുക്തമായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തോട് എതിർത്ത് എങ്ങനെ അധികാരത്തിൽ എത്താൻ പറ്റും? ആന്റണിക്ക് സാധിക്കുമോ? ആന്റണിക്ക് രാഷ്ട്രീയം, ഞാൻ ചിലത് വന്നാൽ എടോ ആന്റണിക്ക് വിമർശിക്കാൻ മൊയ്തീൻ ഷാ ആയോ എന്ന് ചോദിച്ചാൽ അതും ശരിയാണ്. പക്ഷെ മണ്ടത്തിൽ കാണിച്ചാൽ, ബുദ്ധിമോശം ആര് കാണിച്ചാലും വിമർശിക്കാം. ഞാനത് കാര്യകാരണ സഹിതമാണ്. ചാരാ നിരവെന്ന് വെച്ചത് എന്ത് കേട്ടോണ്ടേ? ആനയുടെ കുറേ ആൾക്കാർക്ക് ഒരു 90-100 ക്രിസ്ത്യൻ നേതാക്കൾക്ക് കോടീശ്വരാൻ പറ്റി, അല്ല എന്ത് താരതമ്യമുണ്ടാക്കി ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഏത് മണ്ടത്തിലാണ്? അല്ല ആനണിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്കാരുടെ അഴിമതിക്കാരൊന്നുമില്ല, പൊങ്കച്ചുമില്ല, അതൊക്കെ ശരിയാണ്. അതൊക്കെ സമ്മതിക്കാം, എനിക്ക് വ്യക്തികളുടെ എതിർപ്പൊന്നുമില്ല. പക്ഷെ രാജ്യം പോകാൻ ക്ഷീണിക്കുന്നു, അത് പാടില്ല. അതാണ് അവസ്ഥ. അതുപോലെ ഗുജറാത്ത്, ഓരോ സംസ്ഥാനം. അതുകൊണ്ടാണ് എന്തെങ്കിലും സാധ്യത നിങ്ങൾ സ്നേഹം ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ ഉപദേശിക്കേണ്ടത്, ചേട്ടൻ ഒന്ന് തൽക്കാലം മാറിയേക്ക് മാഡം എന്ന് പറഞ്ഞ് സ്നേഹത്തിൽ മാറ്റി നിർത്താം. രാഹുൽ മാറാൻ തയ്യാറാണ്, പക്ഷെ ചില ശില്പത്തിൽ സമ്മതിക്കില്ല. ആ പാവം മനുഷ്യമല്ല, ഇത്രയും വെൽ ഡ്രസ്ഡ് ജെന്റിൽമാനാണ് രാഹുൽ ഗാന്ധി. രാജീവ് ഗാന്ധിയോ നെഹ്റു ഒന്നും അവർ മോശമല്ല വ്യക്തിയാണ്. ഇതിനൊക്കെ അത് മോശമൊന്നുമല്ല, തീരെ നേരിട്ട് അഴിമതിക്കാരൊന്നുമില്ല. അദ്ദേഹം മാറാൻ ശ്രമിച്ചപ്പോഴേക്കും ഇദ്ദേഹം കൊടുത്ത് 5000 കോടി കൊടുത്ത്, ആരെ കൂടി കൊടുപ്പിച്ച് ഇദ്ദേഹം ഒരു പദയാത്ര നടത്തി. കോച്ച് സംസ്കാരം, അങ്ങനെ സംസ്കാരം ലോകത്തില്ല, ഇത് ഒരു പാർട്ടി ഉണ്ടായിട്ടില്ല. അങ്ങനെ ICUവിൽ കിടന്ന രാഹുൽ ഗാന്ധിക്ക് ഓക്സിജൻ കൊടുത്തപ്പോൾ അനക്കം വന്നു. അപ്പോൾ അവർക്ക് തോന്നലുണ്ടായി എനിക്ക് പ്രധാനമന്ത്രിയാകാൻ പറ്റുമെന്ന്. സോണിയക്ക് തോന്നി, പെങ്ങൾക്കും തോന്നി. അവസാനം തോറ്റി തകർന്നു പോയി. കാരണം അന്ന് രാഹുൽ ഗാന്ധി മാറാൻ തയ്യാറായിരുന്നു. അന്ന് BJP സമ്മതിക്കില്ല, ഈ പതയെ സമ്മതിക്കില്ല, പതക്കില്ല. അന്ന് 5000 കൊടുത്ത് ആരാണ് എവിടുന്നൊക്കെ അറിയാമല്ലോ. അതൊക്കെ നിങ്ങൾ ബുദ്ധിയിട്ട് കണക്ക്, ഞാൻ പറയുന്നത് എൻ്റെ വായെന്ന് പറയുന്നില്ല. അതുപോലെയുള്ള കാര്യങ്ങൾ പറ്റില്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാരിലെ പ്രവർത്തകരെ നിങ്ങൾക്ക് രാജ്യസ്നേഹവും പിന്നെ പാവപ്പെട്ട സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സോണിയ കുടുംബത്തിലെ അധികാരം തൽക്കാലം മാറി വെക്കാൻ പറയാം. മറ്റൊന്ന് പ്രധാന പോയിന്റ്, അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എന്താണത്? ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അടുത്ത് പേര് മാറ്റാൻ വേണം.
കോൺഗ്രസ് പ്രവർത്തകരെ, ലീഗിൻ്റെ സാധാ പ്രവർത്തകരെ നിങ്ങൾക്ക് രാജ്യസ്നേഹമുണ്ട്, പാർട്ടി സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ നേതാക്കളോട് പറയണം മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം എന്ന് പേര് മാറ്റാൻ. ഇപ്പം നിങ്ങൾ അതമ്പതിച്ച് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായി അതമ്പതിച്ചില്ലേ? ഞാൻ ഇന്നലെ പിന്നെ ഹാരിസ് ബീരാൻ സാഹിബ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ്. എനിക്ക് വളരെ ബഹുമാനമുള്ള ആദരവുണ്ട്, ആരാധനയില്ല, ആദരവുണ്ട്. പുള്ളി കുറേ കാര്യം ചെയ്യുന്നത് അറിയുകയും ചെയ്യാം. ഞാൻ പുള്ളിയോട് തുറന്ന് കത്ത് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്നേഹം സമുദായത്തോടും രാജ്യത്തോടും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നേതാക്കളോട് പറഞ്ഞിട്ട് മുസ്ലിം എന്ന പേര് മാറ്റി ഒരു ദേശീയ ധാരയിൽ നിൽക്ക്. നിങ്ങൾക്ക് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട്. അത് ചെയ്യോ? മനസ്സിലാവുമോ? ആ പച്ചക്കൊടി കുഴപ്പമൊന്നുമില്ല. ഇപ്പം ജേതാത്തിൽ ഞങ്ങളുടെ പാർട്ടി പച്ചക്കൊടിയല്ലേ. ആ മുസ്ലിം എന്ന ഒറ്റ വാക്ക് ഞാൻ വീണ്ടും പറയുന്നു, മുസ്ലിം എന്ന വാക്കുകൾ ആ സമുദായത്തിനും മതത്തിനും യാതൊരു പോരായില്ലെന്ന് മാത്രമല്ല മറ്റേതൊരു മതത്തേക്കാൾ ഒപ്പമോ ഒരുപടി മുന്നിലുമാണ്. ഒരു സംശയത്തില്ല. പക്ഷെ അത് ആത്മീയമായിട്ട്, ഇത് ഭൗതികമാണ്. ഇവിടെ ആത്മീയവും ഭൗതികം തിരിച്ചറിയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റും. കുഞ്ഞാക്കും തങ്ങൾക്കും രണ്ടും മനസ്സിലാകുന്നത് എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ ആത്മീയം, വാട്ട് ഈസ് മീൻ ബൈ ഭൗതികം? ഭൗതികമാണെങ്കിൽ നിങ്ങൾ കുഞ്ഞാക്കാന് പ്രസിഡന്റ് ആയിക്കോട്ടെ, ലീഗ് പേര് മാറ്റി മുന്നോട്ട് പോകണം. ആത്മീയമാണെങ്കിൽ തങ്ങൾ ചാർജ് ഏൽപ്പിക്കണം. താങ്കൾ ആത്മീയം നിൽക്കിട്ട് ഒരു കുഴപ്പമില്ല. ഇതൊന്നും മനസ്സിലാക്കാത്ത ഈ ഉമ്മാര് കാരണം ഈ സമുദായത്തെ ആർക്ക് ഉള്ളില്ലാത്ത കോളാമ്പി തൂക്കി ഓടാക്കി കളഞ്ഞല്ലേ, ആക്കിക്കൊണ്ടിരിക്കല. ഇനി എന്താ ഉള്ളത്? എന്ത് നേടി? 100 വർഷം കൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യയിൽ എന്ത് നേടി? ഈ കൊച്ചു കേരളത്തിൽ മലപ്പുറം ജില്ലയിലൊക്കെ കുറച്ച് പണക്കാരുണ്ടായി, കുറച്ച് എന്താ സ്കൂളൊക്കെ അനുഭവിച്ച് കുറച്ച് കാശുണ്ടാക്കിയതല്ലേ. ബാക്കി സമുദായത്തിൽ എന്തുള്ളൂ? ഇപ്പോഴും എന്ത് നേടി? നിങ്ങൾ ഒറ്റ കാര്യം പറയല്ലോ. നിങ്ങൾ പാലയിൽ നിന്ന് പോയി നോക്കി, മാണിസാറിൻ്റെ പാല എന്താ കാണിച്ചിട്ടാണ്. തൊടുപുഴ നോക്കി, നമ്മുടെ ജോസഫ് ചേട്ടൻ്റെ തൊടുപുഴ. കുഞ്ഞാക്കയുടെ വേങ്ങരയിൽ ഞാൻ എനിക്ക് വേങ്ങര ഇലക്ഷൻ ഒരു ലോഡ്ജ് പോലും വേങ്ങരയില്ല. വേങ്ങര നിയോജകമണ്ഡലമാണ്. ഒരു ലോഡ്ജ് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് കഴുത്തി വെട്ടിയിലായിട്ട് വന്നാണ് ഒരു ചക്ര ലോഡ്ജ് ചെയ്ത്. എത്ര വർഷം ഭരിച്ചു? 61% സമയവും കേരളത്തിൽ മുസ്ലിം ലീഗ് ഭരണത്തിലുണ്ടായി. 69%. ഇതിൽ പകുതിയിൽ കൂടുതൽ സമയം ഭരണത്തിലുണ്ടായി, മുഖ്യമന്ത്രി ഉൾപ്പെടെ. എന്നിട്ട് മലബാറിൽ എന്തുണ്ടായി? ഒരു സ്കൂൾ അനുസരിക്കാൻ പറ്റുമോ? ഞാൻ എനിക്ക് ലീഗിനോട് യാതൊരു വിരോധവും ഇല്ലെന്ന്. വിരോധമായിട്ട് വന്നില്ല. മറ്റുള്ളവർ അനുഭവിക്കുമ്പോൾ എൻ്റെ സമുദായം അനുഭവിക്കാതെ കഷ്ടപ്പെടുമ്പോൾ എനിക്കൊണ്ട് സങ്കടം. എല്ലാ സമുദായവും എൻ്റെ തന്നെയാണ്. നമ്മുടെ നാട്ടു മനുഷ്യരാണ്, നമ്മൾ ഭാരതീയരാണ്, ഒരു സംശയമില്ല. എല്ലാ മനുഷ്യരും നമ്മൾ തന്നെ. എങ്കിലും ഈ സമുദായം മാത്രം ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ഇപ്പോഴും മലപ്പുറത്ത് നല്ല റോഡുണ്ടോ? ഒന്ന് എടപ്പാളിൽ നിന്ന് നിങ്ങൾ മലപ്പുറത്ത് പോയി നോക്കി, ബസ്സിലേക്ക് പോയി എന്ത് പോയിട്ടാണ്? തീവണ്ടിയൊന്നും അങ്ങോട്ടില്ല. എന്ത് നേടി എന്നിട്ട്? നീ അതൊക്കെ പോട്ടെ, നാട് നന്നാക്കില്ല. അവരൊന്നായോ? അവരെന്തായി? മറ്റ് രാഷ്ട്രീയ പാർട്ടിയാക്കിയുള്ള ഒരു 1000 അഴിമതി പോലും നടത്തി പണം ഉണ്ടാക്കിയല്ലേ ഈ ലീഗുകാർ. മാണിസാറിനൊക്കെ എത്ര കോടി ഉണ്ടാക്കി പോലെ കണക്കുണ്ട്. ആ മലപ്രദേശം മുഴുവൻ മാണിസാറിൻ്റെ ആൾക്കാർ പതിച്ചു കൊടുത്ത്. എൻ്റെ സുഹൃത്തുണ്ട്, അയാൾ 50 ഒക്കെ കിട്ടി. അപ്പോൾ അറിയാലോ എൻ്റെ അത് ഒരു സാധാരണ പ്രവർത്തനമാണ്. 50 കൊടുത്തെങ്കിൽ ബാക്കിയുള്ളത് എല്ലാം പതിച്ചു കൊടുത്ത്. മുസ്ലിം ലീഗ് എന്ത് ചെയ്ത്? എത്ര മുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ടോ ബസ് പതിച്ചു കൊടുത്തിട്ടുണ്ട്? വേണ്ട, ഫറൂഖ് കോളേജിന് വേണ്ടി കൊടുത്ത ആ സ്ഥലം അത് കളയിപ്പിച്ചില്ല നിങ്ങൾ. ചക്കരക്ക് മാങ്ങക്ക് കള്ളന് ചെത്തി എത്രായിരം കോടി രൂപ, 50,000 കോടി രൂപ ഉള്ള ഇന്നത്തെ മൂല്യം വച്ചുള്ള സ്ഥലം 500 ഏക്കർ, ഏകദേശം 500 ഏക്കർ നിങ്ങൾ കളഞ്ഞില്ലേ? അത് കരക്കാട്ടി കളഞ്ഞില്ലേ? അത് നിങ്ങൾ ലീഗിനൊക്കെ ബന്ധമില്ലേ? അതേസമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ലീഗുണ്ട്, എൻ്റെ എല്ലാം മുസ്ലിമിൻ്റെ കാര്യം ലീഗ് നോക്കണം എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ പാടില്ല. അത് തെറ്റാണ് കേട്ടത്. ഇവിടെ എന്തായാലും എല്ലാം നിങ്ങൾ ലീഗ് നോക്കും, എന്നാൽ നോക്കുന്നതിന് പരാതി വരും. അത് തെറ്റാണ്. എല്ലാം ഏൽപ്പിച്ച് ചെയ്തില്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്നത് അത് കഴിവേടാണ്. അത് ഞങ്ങൾ അങ്ങനെ കുറ്റപ്പെടുത്തല്ല. നിങ്ങളെ മുസ്ലിം എന്ന പേരൊന്ന് മാറ്റി ദേശീയ ധാരയിൽ നിൽക്ക്. ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വരാമെന്ന് ഒരു കുഴപ്പമില്ല. വോട്ടിംഗ് ശതമാനം UDFിനും വോട്ട് കിട്ടുന്നതായിട്ടോ. UDF ഇത്രയും കാലം ഭരിച്ചാൽ ഈ കേരളത്തിൽ മുസ്ലിങ്ങൾ വോട്ട് കിട്ടിയാണ്, ഈ കർണാടക ഉൾപ്പെടെ. ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ ലീഗരെ നിങ്ങൾക്കൊക്കെ പറ്റുമോ? മുസ്ലിം നേതാക്കൾ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളുടെ കപ്പാസിറ്റി എന്താണ്? ആനക്കാനയുടെ കഴിവറിയില്ല എന്ന് പറയുമ്പോഴേ മുസ്ലിം സമുദായത്തിലെ നേതാക്കൾക്ക് അവരുടെ കപ്പാസിറ്റി അറിയില്ല. അവരിപ്പോഴും ആ സതീശൻ്റെ മറ്റേ രമേശ് കൂടെ ഓച്ചാനിച്ച് ഒരു MLA അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി. ഞാൻ ഒരു കാര്യം പറഞ്ഞു നിർത്താം, സമയം വളരെ വൈകിയാണ്, വേറൊന്നുമില്ല. ഇപ്പം കാന്ത അബുക്രാജി
ആളുടെ പുള്ളി അസ്ഥാന പരിശ്രമമാണ്, ചിലർക്ക് നേരിട്ടിട്ടില്ലെന്ന് പറയില്ലൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ല, മറ്റേ പോരെങ്കിലും. പക്ഷെ അദ്ദേഹം ഞാൻ പോലെ പിണറായി സഖോനെ കാണാൻ പോയി ആലുവ പാലസ് വെച്ച് എൻ്റെ ഓർമ്മ, അത് 2 ലക്ഷം മുമ്പ്. അപ്പോൾ പിണറായി സഖോനെ കണ്ട് പുള്ളിക്ക് ആകെ ഡിമാൻഡ് എന്നറിയോ, യൂസഫിന് ആലുവയിലും പിന്നെ ഇബ്രാഹിമിനെ കളമേശ്വരുണ്ട്, രണ്ടുപേരും പരസ്പരം എതിരാക്കി വിടരുത്. ഇല്ല എന്ന് ഇവിടെ സഖ ഉറപ്പ് കൊടുത്തു. അപ്പോൾ പിണറായി സഖോന്റെ മനസ്സ്, ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയുള്ള മനസ്സ് എന്താ ചിന്തിച്ചറിയോ, കേടോ വീട്ടികളെ, ഞാൻ ഈ രാഷ്ട്രത്തിന് ഇന്നത്തെ കേരളത്തെ ഉത്തമൻ, നിങ്ങൾക്ക് 2 സീറ്റ് എടുത്ത് ചോദിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ ആൾക്കാർ സുന്നിയല്ലേ, നല്ല ശതമാനമല്ലേ, ഇന്ന സീറ്റ് ഞങ്ങൾക്ക് 2 സീറ്റ് വേണം ചോദിച്ചോ. അവർ ചോദിച്ച എന്താ ഡിമാൻഡ്? ഇബ്രാഹിം കുഞ്ഞിന് അത് ആര് പറഞ്ഞു കൊടുത്തു? ഇബ്രാഹിം കുഞ്ഞ് യൂസഫ് പറഞ്ഞു കൊടുത്തിട്ടാ, പരസ്പരം ഇട്ട് കഴിഞ്ഞാൽ ഒരാൾ ജയിക്കില്ല, ഒരാൾ തോക്കില്ല, അത് ഒഴിവാക്കണമെന്ന് പിണറായി സർക്കാർ ചെയ്യുകയും ചെയ്ത്. ഇനി അതൊക്കെ ഇവിടെ ഇന്നിപ്പോൾ ഈ പ്രശ്നക്കാരായി പിന്നെ നമ്മുടെ ഗഫൂർ സാഹിബിൻ്റെ ഫസൽ ഗഫൂർ MESന്റെ പ്രസിഡന്റാണല്ലോ, കോടീശ്വരനാണല്ലോ. പിണറായി സഖാവ് അല്ലെങ്കിൽ LDF ആയിട്ട് അല്പം സപ്പോർട്ടുള്ള ആളാണ്. ഒരു സീറ്റും ചോദിച്ചാൽ ഒരു MES പെട്ട ആർക്കെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആർക്കെങ്കിലും അദ്ദേഹത്തിന് നിന്ന് ജയിക്കാൻ പറ്റുമോ? ചോദിച്ചോ? ഒരു പ്രശ്നമില്ല, അത് ആവശ്യമില്ല, അവർക്ക് അല്ലാതെ കിട്ടുന്നുണ്ടല്ലോ. ഇനി വേറൊരു കാര്യം ഇപ്പോൾ ഞാൻ നിർത്താം. നമ്മുടെ മമ്മൂട്ടി സാഹിബ് ഇപ്പം നാളെ അസുഖം വന്നപ്പോൾ കണ്ടില്ല, അമേരിക്ക പാനക്കാട് പെട്ട പാടുണ്ടോ. ഒരു MP MLA അല്ലെങ്കിൽ മന്ത്രി കഴിഞ്ഞാലേ അധികാരം പണം വേണം ജീവിക്കാൻ, വേണ്ടില്ല. പണത്തിന് പരിധി വരെ ഗുണമുള്ളൂ, അത് കഴിഞ്ഞാൽ ഒരു പവറാണ് വേണ്ടത്, അധികാരം വേണ്ടത്. അതാണ് ഈ ആൾക്കാർ 5-10 കോടി 20 കോടിയൊക്കെ കൊടുത്ത് MP ആകാൻ നോക്കുന്നത്, MP ആകുന്നതൊക്കെ അല്ലെങ്കിൽ മന്ത്രി ആകുന്നതൊക്കെ. നിങ്ങൾക്ക് ഒരു മന്ത്രി ആകാൻ പറ്റുമോ? MLA ആകാൻ പറ്റുമോ? നിങ്ങൾ കരുണാൻ്റെ പിന്നെ പിണറായിയുടെ വാലായി നിന്നല്ലേ, പിണറായി എന്ത് നിങ്ങൾ തരുവരെന്ന്. പക്ഷെ നിങ്ങൾ നിൽക്കില്ല, എനിക്കത് പറ്റില്ല. നിങ്ങൾ ആരാണ് അക്ഷാഭ്യാസം അല്ലാതെ ഇന്നസെ ഏൽപ്പിച്ച്. പിന്നെ സുരേഷ് ഗോപിയെ എഴുതപ്പോൾ ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞതാ? മമ്മൂട്ടി സാഹിബേ, നിങ്ങൾ 2 വയസ്സ് താഴെയാണ്. മമ്മൂട്ടി സാഹിബ് എന്താ പറഞ്ഞോ? അയ്യോ അതൊക്കെ വലിയ റിസ്ക് ആണ്, ആൾക്കാർക്ക് ഇടയിൽ പ്രവർത്തിക്കേണ്ടി വരും. അതല്ലടോ വേണ്ടത്. നിങ്ങൾക്ക് അള്ളാഹു തന്ന കഴിവ് എപ്പോഴും നിങ്ങൾ എവിടുന്ന് വന്നതറിയാലോ. നിങ്ങളുടെ ചെമ്പലെ വീടുണ്ട്, അത് കഴിഞ്ഞ് നിങ്ങളുടെ അന്നത്തെ കോലമുണ്ട്, ഇപ്പോഴത്തെ കോലുണ്ട്, എങ്ങനെ വന്നൊക്കെ അറിയാം. അത് പ്രൈം മിനിസ്റ്റർക്ക് വന്ന കാലത്ത് മരിക്കോളോ അല്ലെങ്കിൽ ഏതാണ്ട് ഒരുപോലെ സ്റ്റാൻഡ് കടലിൽ വെള്ളം പോലെ കൂടുതൽ കുറയില്ല. നിങ്ങൾ മമ്മൂട്ടി മോഹൻലാലും അങ്ങനെയൊന്നുമല്ല, അറിയാമല്ലോ. ജഗതിയുടെ കാര്യം ഒരു കോലമൊക്കെ വെറും പേക്കോലായിരുന്നു. എല്ലാ അധികാരവും കിട്ടി അഴിവുണ്ടായി സമ്പത്തുണ്ടായിപ്പോഴല്ലോ. ആ ഒരു MLA ആയി MP ആയി മന്ത്രിയായി പാവപ്പെട്ടെന്ന് ചെയ്യണ്ടേ? ഇത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന രൂപയിൽ നിങ്ങൾ 5000, 10000, 5 ലക്ഷമൊക്കെ കൊടുക്കുന്നുണ്ട്, ഒക്കെ സംഭവിച്ചു. അതുപോരാ, സർക്കാരിൻ്റെ ഖജാവിൽ നിന്ന് പാവപ്പെട്ടവന് ആ പൈസ എടുത്തു കൊടുക്കണം. അതിന് അധികാരമാണ്, പവർ വേണം. നിങ്ങൾ ചെയ്തോ? അത് റിസ്ക്കാന്ന് പറഞ്ഞു. വേണ്ട മോനെ, ഇതൊക്കെ ഇന്നലെ നാളെ ഇവിടുന്ന് പോകും, അതൊക്കെ ഓർമ്മയാണോ? ഇതൊക്കെ കണ്ണി കണക്ക് പറയേണ്ടി വരും. ദൈവത്തിന് മുമ്പിൽ വിശ്വാസം ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഏതായാലും കാര്യം ചെയ്യുക, കോൺഗ്രസ് കുടുംബം തൽക്കാലം മാറി നിൽക്കുക, മുസ്ലിം ലീഗ് പേര് മാറ്റുക എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് പോരാ എന്നത് ജയിക്കുന്നു.